നമസ്കാരം. എഴുത്തുകളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ ഇത്രയുമാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ത, ഥ, ദ, ദ, ന. എഴുതാം. ത നമ്മൾ പഠിച്ച അക്ഷരം ത. ത ധ, 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 ധ. ഇനി ദ, ദ, ദ. ആ എഴുതുമ്പോൾ കുറച്ചെഴുതിയാൽ മതി. ദ, 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 ദ. ഇനി ദ, 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 ധ. അടുത്തത് നമ്മൾ പഠിച്ചതിന് ന, 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 ന. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഒരിക്കൽ കൂടെ എഴുതാം. ത, ഖ, ദ, ധ, ന. ത, ഥ, ദ, ധ, ന. ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അക്ഷരവും ഒരുപോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഉച്ചാരണം വേറെ രീതിയിലാണ്. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന. ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. എഴുതാം. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന. ഈ അക്ഷരങ്ങളെല്ലാം നിങ്ങൾ ഒരു 10 പ്രാവശ്യം വീതം എത്ര പഠിച്ചാലും ദിവസവും ഒരു 10 പ്രാവശ്യം വീതം എഴുതി നോക്കണം. സമയമില്ലെങ്കിൽ ഒരു 5 തവണയെങ്കിലും എഴുതി നോക്കണം. അപ്പോഴേ നന്നായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.